ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ ട്രെയിൻ സ്പോട്ടിംഗ് എന്ന് പറയുന്നത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനാണ്. എറണാകുളം ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനാണ് ഈ അങ്കമാലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചൊവ്വല റെയിൽവേ സ്റ്റേഷൻ എടുത്തു, അടുത്ത ഈ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം ഇന്നത്തെ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നത് പാലരുവി എക്സ്പ്രസ്സിലാണ്. ഇപ്പം പാലരുവി തൂത്തുക്കുടിയിൽ നിന്ന് പാലക്കാട് വരെ ആക്കി. ഇപ്പം ഓഗസ്റ്റ് 15-നാണ് ആക്കിയത്. ഇപ്പം ഇന്ന് ഓഗസ്റ്റ് 17-നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പം 2 ദിവസമായിട്ടുള്ളൂ തൂത്തുക്കുടിയിൽ നിന്ന് പാലക്കാട് വരെ ആക്കിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പാലരുവി എക്സ്പ്രസ്സിലാണ് അങ്കമാലി വന്നത്. അപ്പോൾ ഇന്ന് അതിന് കൊടുത്തിരുന്ന ലോക്കോ എന്ന് പറഞ്ഞാൽ WH7 ലോക്കോ ആയിരുന്നു, ഗുഡ്സിൻ്റെ ലോക്കോ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അത് ഡിപ്പാർട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ട്രെയിൻ സ്പോട്ടിങ്ങിലേക്ക് തുടങ്ങാം. ഇതാണ് കേട്ടോ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അവിടെ വലിയൊരു കർവുണ്ട്, അങ്ങേറ്റത്ത് അങ്ങോട്ടൊരു കർവുണ്ട്. പിന്നെ ഇവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ തൃശ്ശൂർ കുന്നുകുന്നം കണക്ക് ലെവൽ ക്രോസ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ 2 പ്ലാറ്റ്ഫോം, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിനും രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിനും കൂടെ മുറിച്ചാണ് ഈ ലെവൽ ക്രോസ് പോകുന്നത്. എന്നാൽ തൃശ്ശൂർ കുന്നുകുന്നത്ത് ഒരു പ്ലാറ്റ്ഫോമിന് മാത്രമേ അങ്ങനെ ഉള്ളൂ. പിന്നെ ഇവിടെ നിൽക്കുന്ന ട്രാക്ക് വരുന്നതെന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന 2ാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഇതെന്ന് പറയുന്നത് തൃശ്ശൂരോട്ട് പോകുന്ന ട്രാക്കാണ്. അങ്ങോട്ടാണ് തൃശ്ശൂർ പോകുന്ന റൂട്ട്. ഇത് മെയിൻ ലൈൻ തന്നെയാണ് കേട്ടോ. അപ്പുറത്ത് വരുന്നത് നടുക്കൂടെ പോകുന്നത് എറണാകുളത്തോട്ട് പോകുന്ന മെയിൻ ലൈനാണ്. അങ്ങോട്ടാണ് എറണാകുളം പോകുന്നത്. പിന്നെ അപ്പുറത്ത് വരുന്ന ലൂപ്പ് ലൈനാണ്, എറണാകുളത്തോട്ട് പോകുന്ന ലൂപ്പ് ലൈനാണ്. ഇങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കിൽ കുറച്ച് ട്രാക്കുണ്ട്, എന്തോ MT റേക്ക് ഗുഡ്സൊക്കെ ഇടാൻ വേണ്ടി. പിന്നെ അവിടെ പണി നടക്കുന്നുണ്ട്, ട്രാക്കിൻ്റെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള വ്യൂ വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ സ്പോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ പോകുന്ന ഡെയിലി സർവീസ് എടുക്കുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ബാംഗ്ലൂർ ഇൻ്റർസിറ്റി ആണ്. അത് 9:10 ആകുമ്പോൾ ഡെയിലി എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് രാത്രി ഒരു 8 മണി അടുപ്പിച്ച് ഇത് ബാംഗ്ലൂർ എത്തിച്ചേരുന്നതാണ്. ഈ പോകുന്ന റേക്കാണ് പിറ്റേന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് 6:10 എടുത്തിട്ട് വൈകിട്ട് ഒരു 5 മണിയോടുകൂടി എറണാകുളത്ത് എത്തിച്ചേരുന്നത്. അപ്പം ആദ്യം ഈ ട്രെയിനാണ് നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത് അങ്കമാലി വന്നിട്ട്. അപ്പം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി സ്കിപ്പ് ചെയ്ത് പോയി. ഇത് നല്ലൊരു ട്രെയിനാണ് കേട്ടോ. രാവിലെ ഈ റൂട്ട്, നമ്മുടെ ഈ എറണാകുളം തൃശ്ശൂർ റൂട്ട് ആകെ ബാംഗ്ലൂർ വന്ന ഒറ്റൊരു വണ്ടിയുള്ളത് ഇതാണ്. നല്ല വണ്ടിയാണ്. സ്റ്റോപ്പ് വളരെ കുറവാണ്. കേരളത്തിലാകെ എറണാകുളത്ത് നിന്ന് വിട്ട് കഴിഞ്ഞാൽ ആലുവ, പിന്നെ തൃശ്ശൂർ, പാലക്കാടേ ഉള്ളൂ സ്റ്റോപ്പ്. പിന്നെ കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത്. നല്ലൊരു ട്രെയിൻ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ രാത്രി ഉള്ളൂ മൈസൂർ വണ്ടിയും പിന്നെ ഐലൻഡ് എക്സ്പ്രസ്സേ ഉള്ളൂ. പിന്നെ ഈ റൂട്ട് ബാംഗ്ലൂർ വന്നത്, അത് രണ്ടും രാത്രി റേഞ്ചിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ പോകാൻ പറ്റിയ ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. അത് എറണാകുളത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോയി. അടുത്ത ഇനി പാലക്കാട് നിന്ന് എറണാകുളം വരെ പോകുന്ന മെമു ആണ് അടുത്ത വരുന്നത്. അതിനിവിടെ സ്റ്റോപ്പുണ്ട്. അടുത്ത് നമുക്കത് സ്പോട്ട് ചെയ്യാം. ഇവിടെ FOB ഉണ്ട് കേട്ടോ. ഇവിടെ FOB ഉണ്ട്.
അപ്പോൾ പാലക്കാട് എറണാകുളം പോയിട്ടുണ്ട്. അടുത്ത ഇനി സ്പോട്ട് ചെയ്യാൻ പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ ഡെയിലി സർവീസ് നടത്തുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ഇവിടെ ഒരു 9:48 ആ ഒരു ടൈമിൽ ഇവിടെ സ്കിപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പം 10 മണി കഴിഞ്ഞ്. അപ്പോൾ അതാണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ എറണാകുളം തൃശ്ശൂർ റൂട്ടിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ്സിന് സ്റ്റോപ്പുള്ളൊരു മെയിൻ സ്റ്റേഷനാണ് ആലുവ എന്ന് പറയുന്നത്. ഈ ആലുവ കഴിഞ്ഞ 2ാം സ്ഥാനം വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ അങ്കമാലി എന്ന് പറയുന്നത്. ഇവിടെയും കുറേ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുണ്ട്. ഇപ്പോൾ വേനാട് എക്സ്പ്രസ്, പരശുറാമുണ്ട്, പിന്നെ MGR ചെന്നൈ തിരുവനന്തപുരം മെയിലിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. പിന്നെ ഗോരഖ്പൂർ റപ്തിസാഗർ ഉണ്ട്, കോർബ ഉണ്ട്, അഹില്യ നാഗരി ഉണ്ട്. അങ്ങനെ കുറേ എക്സ്പ്രസ്സുകൾക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പില്ലാത്ത വണ്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ തൃശ്ശൂർ എറണാകുളം റൂട്ടിൽ 2ാം സ്ഥാനമാണ്. ഒരുപാട് എക്സ്പ്രസ്സിന് സ്റ്റോപ്പുള്ളതിൽ 2ാം സ്ഥാനമുള്ള റെയിൽവേ സ്റ്റേഷനാണ് അങ്കമാലി എന്ന് പറയുന്നത്. 1ാം സ്ഥാനം വരുന്നത് ആലുവയ്ക്കാണ് കേട്ടോ. പിന്നെ അങ്കമാലി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചാലക്കുടി, ഇരിഞ്ഞാലക്കുടി ആയിരിക്കും. അതൊക്കെയാണ് മെയിനായിട്ടുള്ള സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇനി അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത് പറയുന്നത് വേനാട് എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ വരെ ഡെയിലി സർവീസ് നടത്തുന്ന വേനാട് എക്സ്പ്രസ് ആണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു 10:30 റേഞ്ചൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തേണ്ടതാണ്. ഇപ്പം 10:30 ആയിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല വണ്ടി. ആലുവ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേനാട് വന്നിട്ട് പോയി. ഇനി അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത് ഗോരഖ്പൂരിൽ നിന്ന് കൊച്ചുവേളി പോകുന്ന ആഴ്ച 3 ദിവസം സർവീസ് നടത്തുന്ന വണ്ടിയാണ്. അതിനിവിടെ സ്റ്റോപ്പുണ്ട്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. ശനിയും ഞായറും ചൊവ്വയാണ് ഇത് സർവീസ് നടത്തുന്നത്. അപ്പോൾ അടുത്തത് ഗോരഖ്പൂർ കൊച്ചുവേളി റപ്തിസാഗറിൻ്റെ സ്പോട്ട് ചെയ്യാം.
ഇപ്പം സ്കിപ്പ് ചെയ്ത് പോയത് കൊച്ചുവേളിയിൽ നിന്ന് ചണ്ഡീഗഡ് പോകുന്ന ബൈ വീക്കിലി എക്സ്പ്രസ് ആയ കേരള സമ്പർക്രാന്തി എക്സ്പ്രസ് ആണ് കേട്ടോ. ഇത് തിങ്കളും ശനിയും മാത്രമാണ് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഈ വണ്ടിയാണ് സ്കിപ്പ് ചെയ്ത് പോയത്. ഇത് എനിക്ക് ലോക്ക് എടുക്കാൻ പറ്റിയില്ല, എടുത്തായിരുന്നു, അത് കട്ടായി പോയി വീഡിയോ, അതുകൊണ്ടാണ് ലോക്ക് ആഡ് ചെയ്യാത്തത്. ലോക്ക് WP7 ലോക്കായിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ. അടുത്ത ഇനി സ്പോട്ട് ചെയ്യാൻ പോകുന്നത് മംഗല ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ്. എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ ഡെയിലി സർവീസ് നടത്തുന്ന മംഗല ലക്ഷദ്വീപാണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. കണ്ണൂരിൽ നിന്നും ആലപ്പുഴ വരെ പോകുന്ന എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ ഇപ്പം സ്പോട്ട് ചെയ്തെന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ വരെ പോകുന്ന ഡെയിലി സർവീസ് നടത്തുന്ന ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ്. ഇതിനിവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത് വീക്കിലി എക്സ്പ്രസ് ആയ ശനിയാഴ്ച മാത്രം സർവീസ് നടത്തുന്ന കൊച്ചുവേളിയിൽ നിന്ന് ഇൻഡോർ വരെ പോകുന്ന അഹില്യ നാഗരി എന്ന് പറയുന്ന എക്സ്പ്രസ് ആണ്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്.
ഈ ലെവൽ ക്രോസ് ശരിക്കും മംഗല ലക്ഷദ്വീപ് പോയപ്പോൾ അടച്ചിട്ട ലെവൽ ക്രോസ് ആണ്, ഇതുവരെ തുറന്നിട്ടില്ല. മംഗല ലക്ഷദ്വീപ് പോയി, ആലപ്പുഴ എക്സിക്യൂട്ടീവ് പോയി, ഇപ്പം ഇൻഡോർ അഹില്യനാഗരി പോയി, ഇതുവരെ തുറന്നിട്ടില്ല. വണ്ടികളെല്ലാം വെയിറ്റിംഗ് ആണ്. ഇതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ വന്നുള്ള കുഴപ്പം. ഈ ലൂപ്പ് ലൈനും കൂടെ ഉള്ളതുകൊണ്ട് കുറേ ടൈം പിടിക്കും. അപ്പം ഇപ്പം സ്പോട്ട് എന്ന് പറയുന്നത് കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം വരെ ഡെയിലി സർവീസ് നടത്തുന്ന പരശുറാം എക്സ്പ്രസ് ആണ്. അതിനിവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതിവിടെ നിർത്തിയിട്ടേക്കുന്നത് തന്നെയാണ് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന വന്ദേ ഭാരത് സ്കിപ്പ് ചെയ്ത് പോയി. ആലപ്പുഴ വഴി പോകുന്ന വണ്ടിയാണ് അത്. ബുധനാഴ്ച സർവീസില്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ അതും സ്കിപ്പ് ചെയ്ത് പോയി. നല്ല വ്യൂ തന്നെയായിരുന്നു. പിന്നെ ആ ലെവൽ ക്രോസ് ഇല്ലേ, അത് ഈ വന്ദേ ഭാരതും പരശുറാമ് പോയതിന് ശേഷമാണ് തുറന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത് സെക്കന്ദരാബാദിൽ നിന്ന് തിരുവനന്തപുരം വരെ ഡെയിലി സർവീസ് നടത്തുന്ന ശബരി എക്സ്പ്രസ് ആണ്. അത് ഇന്ന് അരമണിക്കൂർ ലേറ്റ് ഉണ്ട്. അപ്പോൾ അത് വരാറായിട്ടുണ്ട്. അടുത്ത സ്പോട്ട് ചെയ്യുന്നത് അതായിരിക്കും.
അപ്പം സെക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് സ്കിപ്പ് ചെയ്ത് പോയി. ഇന്ന് ശബരി എക്സ്പ്രസ്സിന് കൊടുത്തുന്നത് ലാലാഗുഡ ഷെഡിൻ്റെ WH9 ലോക്കോ ആയിരുന്നു. ഇനി അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സെക്കന്ദരാബാദ് വരെ പോകുന്ന ശബരി എക്സ്പ്രസ് ആണ്. അടുത്ത അത് സ്പോട്ട് ചെയ്യാം. ശബരി എക്സ്പ്രസ് സ്കിപ്പ് ചെയ്ത് പോയി. ശബരി സ്കിപ്പ് ചെയ്ത് പോയപ്പോൾ തന്നെ പോർബന്ദർ കൊച്ചുവേളി വീക്കിലി എക്സ്പ്രസ്സും സ്കിപ്പ് ചെയ്ത് പോയി. ശബരി റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് പോർബന്ദർ കൊച്ചുവേളി എക്സ്പ്രസ്സിന് സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശബരി പോയതിൻ്റെ പുറകെ തന്നെ അതും സ്കിപ്പ് ചെയ്ത് പോയി. ഇനി അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത് ധാൻബാദിൽ നിന്ന് ആലപ്പുഴ വരെ പോകുന്ന ഡെയിലി സർവീസ് എടുക്കുന്ന ആലപ്പുഴ എക്സ്പ്രസ് ആണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞേ വരത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ പോർബന്ദർ കൊച്ചുവേളി എക്സ്പ്രസ് പോയതേ ഉള്ളൂ. ഇനി 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ ധാൻബാദ് ആലപ്പുഴ വരത്തുള്ളൂ. അടുത്ത സ്പോട്ട് ചെയ്യുന്നത് അതിൻ്റെ ആയിരിക്കും.
അപ്പോൾ ഇപ്പോൾ പോയ ലോക്ക് അറിയോ, അത് WH-12B ആണ്. ഇന്ത്യയിലെ ഇപ്പോൾ ഏറ്റവും പവർഫുൾ ഇലക്ട്രിക് ലോക്കോ എന്നറിയപ്പെടുന്നത് ഇതാണ് കേട്ടോ. നേരത്തെ WH-9 ആയിരുന്നു, ഇപ്പം ഈ WH-12B എന്ന് പറയുന്ന ലോക്കോയാണ് ഇപ്പം ഇന്ത്യയിലെ ഇലക്ട്രിക് പവർഫുൾ ആയിട്ടുള്ള ലോക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രെയിൻ സ്പോട്ടിങ്ങിൽ അത് കിട്ടിയിട്ടുണ്ട്. അതാണ് BTP ഞാൻ വലിച്ചുകൊണ്ട് പോയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്കമാലി ട്രെയിൻ സ്പോട്ടിങ് ഇവിടെ തീരെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.